പാടിക്കൊണ്ടിരുന്ന ഇപ്പൊ തൊണ്ട വയ്യാത്ത നിർബന്ധിക്കണോന്നാണ്. നമ്മളൊരു വിക്സ് മേടിച്ച് കഴിച്ചാൽ മാറത്തില്ല. ചെറുപ്പം മുതലേ പോയി അങ്ങനെ എത്ര വിക്സ് അന്നേ കഴിച്ചു. അങ്ങനെ പറയുമ്പോ നമുക്കൊരു പാട്ടും പെട്ടെന്ന് ഓർമ്മ വരത്തില്ല. എന്തായിരിക്കും എനിക്ക് തരാനുള്ള ഒരു ഗിഫ്റ്റ് എന്തായിരിക്കും? പുളിയിലക്കരയോലും കൂടവ ചുറ്റി പാട്ടാണ് കമ്പാരിസൺ ചെയ്തിരിക്കുന്നത്. അതെ, എവിടെ എത്തി നോക്ക ആ റേഞ്ച്. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. പിന്നെ രാജേഷ് കൊട്ടാരൻ, സുജിത് കോന്നി, ഹരി ഉദിമൂട്. അതെ, അത് കറക്റ്റ് ആയിട്ട് പറയണം. പറഞ്ഞില്ലേ? എന്താ ഇവിടെ പരിപാടി? എന്താ അല്ല, നിങ്ങൾ വൈറൽ താരങ്ങളല്ലേ? എന്താ ഇവിടെ ഈ തടിക്കടയിലൊക്കെ എന്താണ് പരിപാടി? ഞാൻ ഈ മില്ലിലല്ലേ ജോലി ചെയ്യുന്നു. പിന്നെ ശരി, ഇവനെ കാണാണ്ട് ഞങ്ങൾ രണ്ടുപേരും വന്നതാ. അങ്ങനെ ഇവിടെ അങ്ങ് കൂടി. ഇന്നും വൈകിട്ട് ഞങ്ങൾ ഇവിടെ കൂടും, ചെറുതൊക്കെ എടുത്ത് ഇങ്ങനെ കാര്യം പറഞ്ഞോണ്ടിരിക്കും. അവര് കഴിക്കും, ഞാൻ കഴിക്കത്തില്ല. ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. അതെ, അതെന്താ? ഞാൻ മദ്യം കഴിക്കത്തില്ല, വിഷമല്ലേ? ശരിയാ. അപ്പൊ വിഷം ഇവര് കഴിച്ചോട്ടെ. നല്ല സപ്പോർട്ട് അവൻ വാങ്ങിച്ചോണ്ട് തരും. അതെ, നല്ല കൂട്ടുകാരുടെ കേട്ടോ. ഇഞ്ചിഞ്ചായിട്ട് എനിക്ക് ഇവരെ കൊല്ലാനൊക്കെ കൊടുത്താൽ അന്നേരം തട്ടി പോകത്തില്ല. അത് പറ്റത്തില്ല, ഇഞ്ചിഞ്ചായിട്ട് ചാവും. കണ്ടോ, മനസ്സിരിപ്പ് മനസ്സിലായല്ലോ. ഇപ്പൊ കണ്ടോ, ഞാൻ വരേണ്ടി വന്നു ഈ മനസ്സിരിപ്പ് അറിയാനേ, ആ സത്യാവസ്ഥ അറിയാൻ. അപ്പൊ ഇനി ഈ കൂട്ട് എങ്ങനെ കണ്ടിന്യൂ ചെയ്യൂ? പിന്നെ ചെയ്തല്ലേ പറ്റുള്ളൂ. എന്താണ് നമുക്ക് ഓണത്തിന് വേണ്ടിയിട്ട് നമുക്ക് തരുന്ന ഒരു സമ്മാനം? എന്തായിരിക്കും? നമുക്ക് സുജിത്തിന്റെ രണ്ടു വഴി പാട്ട്, ചെറിയൊരു നാടൻ പാട്ട്. അടിപൊളി അടിപൊളി അടിപൊളി. നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. താളം കിട്ടാൻ അത് ഞാൻ ഇവ കോറസ് പാടണം, നീ പാടണം. കോറസോടെ പാടി ഞാൻ എനിക്കൊന്ന് സഹായിക്കണേ. തീർച്ചയായിട്ടും ശ്രുതി കറക്റ്റ് ആയിരിക്കണേ. ഇത്തോം തെയ്താരാ തക തെയ്തകതാരാ, ഇത്തോം തെയ്താരാ തക തെയ്യത്തിനംതാരാ, ഇത്തോം തെയ്താരാ തക തെയ്തകതാരാ, ഇത്തോം തെയ്താരാ തക തെയ്തകതാരാ. അത്തം പൂത്തിറങ്ങി താര അഞ്ഞഴിപ്പൂ വിരിഞ്ഞേ, ചിത്തിര കതിരു കണ്ടേ താര ചന്ദിരം പൂക്കും പോലെ. അത്തം പൂത്തിറങ്ങി താര അഞ്ഞഴിപ്പൂ വിരിഞ്ഞേ, ചിത്തിര കതിരു കണ്ടേ താര ചന്ദിരം പൂക്കും പോലെ. ഇത്തോം തെയ്താരാ തക തെയ്തകതാരാ, ഇത്തോം തെയ്താരാ തക തെയ്യത്തിനംതാരാ. അടിപൊളി അടിപൊളി. നീ ഹരിക്കോട്ടം പാടുവോ? ഇല്ല, ഞാനില്ല. ഞാൻ കുട്ടി രാജേഷ് ഒരു പാട്ട് പാടും. ചുമത്തം കാണിക്കല്ലേ? സൂപ്പറായിട്ട് നാടൻ പാട്ട് പാടുന്ന പാട്ട് പാടുന്ന നല്ലതില്ലേ? പാടിക്കൊണ്ടിരുന്ന ഇപ്പൊ തൊണ്ട വയ്യാത്ത. ഇപ്പൊ ചെറുപ്പം മുതലേ തൊണ്ട വയ്യല്ലേടാ? നമ്മളൊരു വിക്സ് മേടിച്ച് കഴിച്ചാൽ മാറത്തില്ല. ചെറുപ്പം മുതലേ പോയി അങ്ങനെ എത്ര വിക്സ് അന്നേ കഴിച്ചു. ചെറുപ്പം മുതലേ ഉള്ള നല്ല പാട്ടാണ്. ചെറുപ്പം മുതലേ തൊണ്ട വയ്യാത്ത പാട്ട് നല്ല പാട്ടേ ആയിരിക്കുന്നത്. ബുദ്ധിമുട്ടില്ലല്ലോ ഈ ചെറിയ പാട്ടയിൽ ഇരുന്നിട്ട് ശീലമുണ്ട്. എന്തായാലും എനിക്ക് ഇവരവിടെ പുലി ഇറങ്ങിയായിരുന്നു. ഇറക്കിയതാണ് അല്ല, പുലി ഇപ്പൊ ഓണമല്ലേ, ഓണം ആയതുകൊണ്ട് ഞങ്ങളുടെ മാമനാണെങ്കിൽ പുലിയുടെ വേഷം കിട്ടി ഇറങ്ങിയതാ. അപ്പൊ അവിടെ ഞങ്ങളുടെ കൊച്ചു പയ്യന്മാരെടുത്ത് വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയ ഇട്ട് വീട്ടിനടുത്ത് പുലി ഇറങ്ങിയതും പറഞ്ഞത്. അതാണ് സംഭവം. അത് ഞാൻ പുലി ഇറങ്ങുന്ന സ്ഥലം അല്ല, ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സോഷ്യൽ ഓണമൊക്കെ ഊഞ്ഞാലൊക്കെ ആടിയോ? ഊഞ്ഞാലാടി, പിന്നെ ഊഞ്ഞാലാടി ഞാൻ ചെന്ന് ഇവിടെ വീണു. പിന്നെ വിചാരിച്ചു ഇനി ആടണ്ടാന്ന്. വെറുതെ എന്തിനാ നാട്ടുകാരെ അവരെന്നെ ആട്ടു ഇനിയിപ്പോ. ഞാന് അത്തത്തിന്റെ ഒന്നാമത്തെ അത്തം മുതൽ ആട്ടമായിരുന്നു. എന്നിട്ട് ആടി ഇവിടം വരെ എത്തി. റിഹേഴ്സലായിരുന്നു ഒന്നാം തീയതി തിരുവോണത്തിന്റെ അന്നാ. പിന്നെ ഇപ്പൊ ബോധമുണ്ടോ? ബോധമുണ്ടോന്ന് നിങ്ങളുടെ നാട്ടിലെ എങ്ങനെ ഏറ്റവും വലിയ ആഘോഷം ഉണ്ടോ? ക്ലബുകളിൽ ഗാനമേള, നാടകം, നാടൻപാട്ട്. ഈ നാടൻപാട്ട് കേൾക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ സുഹിത്തേട്ടൻ പാടിയപ്പോ തന്നെ ഭയങ്കര സന്തോഷായി. എന്നാലും കുറച്ചുകൂടെ വേണം. ഇതൊക്കെ എന്ത്
പുള്ളിക്കാരൻ പാടും. ഞാൻ പാടുമല്ല, പാടുപെടും. പാടുപെടും. നമുക്കൊന്ന് പെട്ടാലോ? ഇപ്പൊ അടുത്ത നല്ല സ്പീഡപ്പ് നാടൻ പാട്ട്. സ്പീഡപ്പ് ഉള്ള ഏത് പാട്ടാണ്? മണിച്ചാറിന്റെ ഒരു പാട്ടങ്ങ് പാടാം. നീ എപ്പോഴും പാടത്തില്ല. ഏത് പാട്ടാ? ഞങ്ങളെ ഉറക്കാൻ വേണ്ടി പാടുന്ന പാട്ട് അന്ന് പാടി. ഉണ്ണി വാവായി. അത് ഓണത്തിന് അങ്ങനെ പറയുമ്പോ നമുക്കൊരു പാട്ടും പെട്ടെന്ന് ഓർമ്മ വരത്തില്ല. അപ്പൊ ദാസേട്ടനോട് പറഞ്ഞാൽ പോലും അങ്ങനെ ദാസേട്ടനെ പെട്ടെന്ന് ഒരു പാട്ട് പാടുമ്പോൾ ചിലപ്പോ ഓർമ്മ വരത്തില്ല. അതൊക്കെയാണ് ഇഷ്ടംപോലെ പാട്ട് പാടിയാണ് കമ്പാരിസൺ എത്തി നോക്കാ റേഞ്ച്. ഒരു കാര്യം ചെയ്യും, പാട്ടൊക്കെ ഇത്രയും മതി നമുക്ക്. ഒരു സ്പീഡുള്ള മണിച്ചാന്റെ ഒരു പാട്ടം പാടും. എന്നാ നമുക്ക് മിമിക്സ് ചെയ്യോ? അനുകരണം ചെയ്യുമെന്ന് ചോദിക്കും. അനുകരണം ചെയ്യും, നന്നായിട്ട് ഞാൻ ചെയ്തു. ചുമ്മാ അപ്പൊ കൊട്ടാരത്തിൽ ഇല്ലെന്ന് ചുമ്മാ പറയുക. ചീവിയുടെ അലക്കുന്ന പോലെ അലക്കുക. ഒരു പ്രവൃത്തി കാണുമ്പോഴാ. മറ്റേ ഇതിലടാ ട്രെയിൻ പോകുന്ന സൗണ്ട് ഒക്കെ. ട്രെയിനിന്റെ ശബ്ദം എനിക്കറിയത്തില്ല. അങ്ങനെ അവിടെ നിന്ന് ഇവിടെ കൊടുക്കും, ഇവിടെ നിന്ന് ഇവിടെ കൊടുക്കും. അപ്പൊ നിങ്ങൾ ഇവിടെ വന്ദേ ഭാരതിന്റെ എനിക്കറിയാം. വന്ദേ ഭാരത് വരട്ടെ. ഇത്രേ ഉള്ളൂ. വന്ദേ ഭാരത് വന്ദേ ഭാരത് അങ്ങ് പോയി. മറ്റേ ഇതില്ലേ കുരുവി ഇങ്ങനെ കാട്ടിലൊരു കിളി ഇരിക്കുമ്പോ ആ സാധനം. അല്ല അതിനൊക്കെ പറ്റില്ല, കോഴിയുടെ അത് കിടക്കാച്ചേ കോഴി ഇറച്ചിക്കോഴിയുടെ. അത് ഇറച്ചിക്കോഴി സൗണ്ട്. കഴുത്ത് കണ്ടിച്ചിട്ട് പാട്ടിന്റെ അടുത്തല്ലേ? ഓ വെട്ട് വെട്ടുന്നത്. അത് രണ്ട് ഞാൻ എടുക്കട്ടെ. ബാക്കി ബാക്കി പിന്നെ ഫിഗറൊക്കെ കേട്ടോ. അതല്ലത് മറ്റേ വേറെ ഇല്ലേ വേടൻ. അത് വേണ്ട, അത് വേണ്ട. പക്ഷെ നല്ലൊരു സാധനം. ഇപ്പൊ എലിയുടെ ഫിഗറൊക്കെ ചെയ്യും. ഒരു പാട്ട് പാട്. ഞാനോ? ശബ്ദം വളരെ മനോഹരമായി. എന്തെങ്കിലും ഒരു രണ്ടു വരി. അതുകൊണ്ട് പാടാൻ നാട്ടുകാര് പാടുപെടും. ഞാനിപ്പൊ പാടിയ ലൈൻ അറിയില്ല. പണ്ടേ ഞാൻ ലൈൻ അടിക്കാൻ ഭയങ്കര പാടായിരുന്നു. പാടുന്ന കാര്യം ലൈൻ അറിയാവുന്ന ചോദിച്ചു. പാടുന്ന കാര്യത്തിന്റെ ലൈൻ അറിയാവോ? അതല്ല, പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഒക്കെ ആയിപ്പോയി കേട്ടോ. പാട്ട് ഞാൻ ആക്ച്വലി തൊണ്ട വയ്യാതിരിക്കുകയാണ്, അതുകൊണ്ടാണ്. ചെറുപ്പം മുതലല്ല, എനിക്കിപ്പൊ ഈ ഇടയ്ക്ക് പനി പിടിച്ചപ്പോ തൊണ്ട വയ്യ. ഓണം വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ, കോടിയുടുത്തല്ലോ, ഉണ്ണിച്ചാടി മറഞ്ഞല്ലോ, കൂട്ടുകാരെ വരുന്നില്ലേ വീട്ടിലിരുന്നാലോ, സന്ധ്യ വരും മുമ്പേ ഉണ്ണിപ്പന്ത് കളിക്കണ്ടേ, സന്ധ്യ വരും മുമ്പേ ഉണ്ണിപ്പന്ത് കളിക്കണ്ടേ. തൊണ്ട ശരിയായിരുന്നില്ല. അതെ, ഏത് സന്ധ്യ? സന്ധ്യ പണ്ടേതോ ഉണ്ടായിരുന്നു. പാടിയപ്പോ എനിക്ക് ഇല്ലായിരുന്നു, ഇത്ര ഇല്ലായിരുന്നു. അതാണ് ഞാൻ ഇവിടെ നിന്ന് പറയുമായിരുന്നു. കൈയടി അങ്ങോട്ട് കിട്ടും. അല്ലല്ലോ ഫീമെയിൽ വേഷമൊക്കെ ചെയ്യാം, സ്കിറ്റ് കളിക്കുമ്പോഴേ നല്ല കൈയടി കിട്ടുന്നുണ്ട്. ഞാൻ ഓണത്തിന് ഈ പ്രാവശ്യം എത്ര പായസം വെക്കും? അല്ല മറ്റേ ഇത് ചെയ്യും, തമ്പിയും കൊണ്ട് കല്ലിടിപ്പിക്കും. തുമ്പി അല്ല, ഞങ്ങളുടെ മാമൻ തമ്പിയും കൊണ്ട് കല്ലിടിപ്പിക്കും. പണിക്ക് എന്നോട് പാറ ഇറങ്ങിയിട്ടുണ്ട്. അടുത്ത വലിയ കല്ലൊക്കെ കിട്ടോ? പിന്നെ ഞങ്ങളുടെ അപ്പച്ചനൊക്കെ തുമ്പി തുള്ളുവായിരുന്നു. തുമ്പിയോ? ഞങ്ങളുടെ അപ്പച്ചയുടെ പേര് തുമ്പി നല്ലേ, അവിടെ കാണാൻ തുള്ളുവായിരുന്നു ഓണത്തിന്. കടം കാരണം പണിയൊന്നുമില്ല. ഓണത്തിന് ഈ പ്രാവശ്യം പിന്നെ അരിപ്പായസം ഒന്നല്ല, പ്രധാനമായും ഏതാണ്ട് പ്രധാനമായി അല്ലല്ലോ, അഞ്ചു തരം പായസം അല്ലേ? 5 തോരനും പായസം ഒന്നും. 5 തോരനല്ല, 5 തരം പായസം ഒന്നുമില്ല, ഒറ്റ ഒരു കൂട്ടം പായസമേ ഉള്ളൂ. അത് അരിപ്പായസം. പരിപ്പ് പായസം ഉണ്ട്. എവിടെ വീട് ഏത് ഭാഗത്താ? വീട് ഇവിടെ തന്നെ, ഈ തിരുവനന്തപുരം ഭാഗത്തൊക്കെ തന്നെ. ഇവിടെ മറ്റേ പരിപ്പ് പായസമാണോ അതോ സാധാ അരിപ്പായസമാണോ? ഇല്ല, ഇവിടെ പാലട വെക്കാറുണ്ട്, അട, മറ്റേ എല്ലാം എന്തൊക്കെയോ വെക്കാറുണ്ട്. അതായത് വയ്ക്കുന്നവർക്കല്ലേ അറിയുള്ളൂ അതിന്റെ ഒരു ഇത്. അതെ, വയ്ക്കണമല്ലോ. ഞങ്ങളവിടെ അങ്ങനെ പരിപ്പ് പായസം കണ്ടോ, കോട്ടയം സൈഡൊക്കെ പരിപ്പ് പായസം, അതിന് പ്രത്യേക പരിപ്പുണ്ട്. അരിപ്പായസം വെക്കത്തില്ല, അല്ല അവിടെ കോട്ടയം പരിപ്പ് പായസമാണ്.
അവിടെ പായസം വെച്ച് പരിപ്പിളവല്ലേ കൂടുതൽ നമ്മുടെ നാട്ടിൽ. നമ്മുടെ നാട്ടിൽ. ഓണത്തിനുള്ള വിശേഷങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഓണക്കോടിയൊക്കെ എടുത്തോ? ഓണക്കോടി എടുത്തു വെച്ചിരിക്കുന്നു. എടുത്തു വെച്ചിരിക്കുന്നു, ഇട്ടില്ല. പിന്നെ നാളെ ഇടണം. നാളെ ഇടണം. ഞാൻ ഓണക്കോടിയൊക്കെ എടുത്തു. ഓണക്കോടിയിലാണ് ഞാൻ ഇപ്പൊ വന്നിരിക്കുന്നത്. ഇങ്ങനെ എടുക്കുള്ളൂല്ലേ? നാളത്തേക്ക് വേറെ കോടി നാളത്തേക്ക് വേറെ കോടി കൂടിയുണ്ടോ? ഓണക്കോടി ഉണ്ടോ? ഓണക്കോടി ഉണ്ട്. അപ്പൊ നാളത്തേക്ക് പോയി അമ്പലത്തിലൊക്കെ പോയി തൊഴുത് ദൈവമേ എന്നെ കാത്തുകൊള്ളണേ, എന്നെ മാത്രം കാത്തുകൊള്ളണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും. ബാക്കിയുള്ളവരുടെ കാര്യം ബാക്കിയുള്ളവർ പ്രാർത്ഥിക്കുമല്ലോ. എന്റെ കാര്യം ഞാനല്ലേ പറയണ്ടേ? അല്ല, അങ്ങനെ പറയാം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം, എന്നാലേ ദൈവം വിളി കേൾക്കത്തുള്ളൂ. നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം വിളി കേൾക്കത്തില്ല. നിങ്ങൾ എല്ലാരും ബാക്കിയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതല്ലേ നിങ്ങളൊക്കെ നിൽക്കുന്നേ. അതെ, ഞാൻ എപ്പോഴും വിളക്ക് കത്തിയത് ഇവരുടെ രണ്ടിന്റെ കാര്യം. സംസാരിക്കാറേ ഇല്ല, പറഞ്ഞിട്ടില്ല. അതൊന്ന് പറഞ്ഞു നോക്കണം, ദൈവം കേൾക്കൂല. അതാണ് ഒന്നും നടക്കാത്തത്. ഇനിയെങ്കിലും പറയണം. ദൈവം ഇത് മറന്നു പോവും. ഞങ്ങളുടെ രണ്ടിന്റെ കാര്യം മാത്രം പറഞ്ഞു. അത് നിങ്ങൾക്ക് ഭയങ്കര ഐശ്വര്യമുണ്ട്. പിന്നെ ഓണത്തിന്റെ ഇതൊക്കെ ആയിട്ട് സുഹൃത്തുക്കളുടെ ഒക്കെ വീട്ടിലൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ബന്ധുക്കളുടെ വീട്ടിലൊക്കെ ഒന്ന് ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാവരോടും കൂടിയിരുന്ന് ഭഗവാൻ അനുഗ്രഹിച്ചെങ്കിൽ സദ്യ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. നിന്റെ ആഗ്രഹങ്ങൾ പറ. എന്റെ ആഗ്രഹങ്ങൾ എന്താ? ഞാൻ വർഷങ്ങൾ അന്ന് പോലെ ഇന്ന് പോലെ നിന്റെ സ്വഭാവം നീ മാറ്റിയിട്ടില്ലെന്നോ? അല്ല, ഞാൻ എല്ലാ വർഷവും തിരുവോണത്തിന് വീട്ടിൽ അച്ഛൻ്റെ അമ്മയുടെ കൂടെ വർഷം അന്ന് മുതൽ ഇങ്ങോട്ട് മുടങ്ങാതെ എത്ര ദൂരം ഉണ്ടെങ്കിലും ഞാൻ അവിടെ എത്തും. തിരുവോണത്തിന് വീട്ടിൽ പോയിരുന്നാണ്. ഇതുവരെ നമ്മൾ അങ്ങനെ മുടങ്ങിയിട്ടില്ല. എല്ലാ വർഷവും അങ്ങനെ ഒരു 10 മണിയാകുമ്പം സദ്യ റെഡിയാവും. അപ്പൊ ഞങ്ങളുടെ അവിടെ അങ്ങനെയാ. രാവിലെ 10 മണിക്ക് സദ്യ റെഡിയാവും. അവിടെ രാവിലെ വീട്ടിൽ നിന്ന് കാപ്പിയൊന്നും ഇല്ല. ഇല്ല 10 മണിക്ക് സദ്യ. 10 മണിക്ക് സദ്യ. അത് എല്ലാവരും കൂടെ. ഞങ്ങളുടെ അച്ഛനെ, അമ്മ, അമ്മുമ്മ, ചിറ്റപ്പൻ, കുഞ്ഞമ്മ, അനിയൻ, ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് സദ്യ വെച്ചാ കഴിക്കുന്നത്. അത് വർഷം നമ്മൾ അന്ന് കണ്ടു മുതൽ ഇതുവരെ അങ്ങനെ തന്നെ കണ്ടിന്യൂ ആയിട്ട് പോട്ടെ. ഇപ്പൊ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അല്ലെ, ബന്ധുക്കളാരും അധികം കൂടാറില്ല. എല്ലാവരും ക്ലബിലും അവിടെയൊക്കെ പോയായിരിക്കും ഓണം ആഘോഷിക്കുക എന്ന് പറയുന്നത്. പക്ഷെ അതിപ്പോഴും നിലനിർത്തി കൊണ്ടുപോകുന്നു. പഴയ രീതിയിൽ തന്നെ. അതെ അല്ലെ. എങ്ങനെയാണ് വീട്ടില് ആഘോഷിക്കുന്നതൊക്കെ? ഞങ്ങളുടെ വീട്ടിലും ഇതുപോലെയാണ്. ഈ പറഞ്ഞിട്ട് 10 മണിക്കൊന്നും അന്നേരം ചെറിയൊരു ലഘോഷണം എല്ലാം കാണും. പിന്നെ 1 മണി ഒക്കെ ആകുമ്പോഴാണ്, ആ ടൈം ആകുമ്പോൾ എല്ലാവരും കൂടെ ഒത്തുചേർന്ന് ഒന്നിച്ച് കഴിക്കും. പിന്നെ എല്ലാ വർഷവും ഉപ്പേരി വറുത്താ കരിഞ്ഞു പോകും. വറക്കാറില്ല, മേടിക്കും. കാ വറുക്കും ഞങ്ങള്. വാഴക്ക, അതൊക്കെ ഒരു കവറുപ്പേരി വാങ്ങിക്കത്തില്ല. അത് ആ വർഷത്തിൽ വരുന്ന ഒരു തിരിച്ചു ചോദിക്കും. അവിടെ വറക്കുമെന്ന് ചോദിക്കും. എന്നിട്ടുണ്ടല്ലോ എല്ലാ വർഷവും അച്ഛനാണ് ഓണത്തിന് നമുക്ക് ഊണൊക്കെ വിളമ്പി തരുന്നത്. പക്ഷെ കഴിഞ്ഞ വർഷം മുതൽ അച്ഛനില്ല, അച്ഛൻ മരിച്ചു. അപ്പൊ അതിന്റെ ഒരു വിഷമമുണ്ട്. ഇനി അങ്ങോട്ടുള്ള ഓണത്തിന് ഇതൊക്കെയാണ് നമ്മുടെ ഓണാഘോഷങ്ങൾ എന്ന് പറയുന്നത്. നമ്മളെ സഹോദരങ്ങളൊക്കെ ഉണ്ട്, അമ്മയുണ്ട്. ഞങ്ങളെല്ലാരും കൂടെ ഒന്നിച്ചിരുന്നത് കഴിക്കും. അവിടെയോ? ഇവിടെ ഞാനും ഞങ്ങൾ വെളുപ്പിനെ എഴുന്നേറ്റിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഓണസദ്യ. പിന്നെ എഴുന്നേക്കുമല്ല, ഓണസദ്യ തയ്യാറാക്കുന്നത് ഞാനും വൈഫും കൂടെ മാത്രം. പിന്നെ വീട്ടിൽ ചേട്ടന്മാരും പിന്നെ ഞങ്ങളുടെ പിന്നെ വിളിക്കുമോ എല്ലാരും? നീ ഒന്നും വെക്കാൻ കൂടത്തില്ല. ചേട്ടന്മാര് വരും, പെങ്ങന്മാര് വരും. എല്ലാം കൂടെ ഈ പറഞ്ഞ പോലെ 10 മണിക്കൊന്നും അവിടെ ഒന്നും ആകത്തില്ല. സുഹൃത്ത് പറഞ്ഞാല് ലഘുഭക്ഷണം രാവിലെ ഉണ്ടാക്കും. പിന്നെ ഈ 1 മണിയാകുമ്പോൾ എല്ലാവരും ചേട്ടന്മാരും പെങ്ങന്മാരും എല്ലാവരും വരും. ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് ഓണാഘോഷം അടിച്ചു പൊളിക്കും. പിന്നെ ഉച്ച കഴിഞ്ഞ് വൈകിട്ട് പ്രോഗ്രാം കാണും മിക്കാറും. അങ്ങനെ പിരിയും. തിരുവോണം. പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം എല്ലാ ദിവസവും ഞങ്ങളവിടെ ഈ ഓണച്ചാട്ടം. നിങ്ങളവിടെ ഉണ്ടോ ഓണത്ത്? പിന്നെ ഈ തുമ്പിതുള്ളല്, തിരുവാതിരകളി, കൈകൊട്ടിക്കളി, ഇങ്ങനെ ഒരു സംഭവം. എന്റെ നേരെ ചാടിയില്ലേ? ഓണച്ചാട്ടം വൈകിട്ട് നമ്മള് തുമ്പിതുള്ളല് വൈകിട്ടാണ്. തുമ്പിതുള്ളല്, പിന്നെ തൂപ്പുകളി, അതുപോലുള്ള സംഭവങ്ങള് ഒരു 10-12 മണി വരെ കാണും. അതൊരു ഈ 5 ലാസ്റ്റ് ഓണം വരെ ഉണ്ട്. എല്ലാ ദിവസവും ഉണ്ട്. അതായത് 10 ദിവസം ഉണ്ട്. നമ്മുടെ ഉത്രാടം തിരുവോണം മുതല് അവിട്ടം, ചതയം, പുരുട്ടാതി, ഉത്രട്ടാതി, 5 ഓണം വരെ 5 ദിവസം. അപ്പൊ ഈ ലാസ്റ്റ് ദിവസം നമ്മള് മൈക്കൊക്കെ എടുക്കും. സെറ്റ് വെച്ചാ പിന്നെ പരിപാടി ലാസ്റ്റ് ദിവസം. അന്ന് നാടൻ പാട്ടും ഒക്കെ കാണാം. നാടൻ പാട്ട് എല്ലായിട്ടും, ഗാനമേള എല്ലായിട്ടും ഒന്നിച്ചു വെക്കും. അപ്പൊ നമുക്കിവിടെ ഒരു ഗാനമേള ഇപ്പൊ
ഒന്ന് പാടിയിട്ടൊന്ന് വൈൻഡപ്പ് ചെയ്താലോ? പിന്നെ കരോട്ടയോ? കരോട്ടക്കാരനെ വെള്ളമല്ല, കരോട്ട കരോക്ക. അപ്പൊ അന്ന് നല്ലൊരു സിനിമ പാട്ട് പാടും. ഓക്കെ, ശരി പാടും. ശരി ശരി. ഇവനെ ഏൽപ്പിക്കാൻ കാരണം എന്താ അറിയാം, ഞങ്ങൾ രണ്ടുപേരും പാടത്തില്ല. സുജിത്ത് നല്ലപോലെ പാട്ട് പാടും. സംഗീത കോളേജിൽ പഠിച്ച ഇവിടെ തിരുവനന്തപുരത്ത് സംഗീത കോളേജിൽ സംഗീതം പഠിച്ച സുജിത്ത്. അതുകൊണ്ടാണ് അവനോട് പാടാൻ പറയുന്നത്. ഒരു സിനിമ പാട്ട് പോവാം. പുളിയിലക്കരയോലും കൂടവ ചുറ്റി കുളു ചന്ദനത്തോടു കുറിച്ചാർത്തേ നാഗഫണത്തിരുമുടി പത്മരാഗമനോജ്ഞമായി പൂതിരുകി സുസ്മിതേ നീ വന്നു ഞാൻ വിസ്മിത നേത്രനായി നിന്നു പുളിയിലക്കരയോലും കൂടവ ചുറ്റി കുളു ചന്ദനത്തോടു കുറിച്ചാർത്തി. ഞങ്ങൾക്ക് പാടാൻ പറ്റുമോ? ഇതാണ് പാട്ടറിയാം, നമ്മള് വെറുതെ പാടി ചമ്മണ്ടാന്ന് വിചാരിച്ചതല്ലേ? അതാണ് ഇത്രയും വലിയൊരു പാട്ടുകാരൻ നമ്മൾ അടുത്തിരിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു അതെ അതെ നമുക്കെല്ലാം പരിചിതമായിട്ടുള്ള മുഖങ്ങൾ എന്ന് പറയുന്നത് സ്കിറ്റിലൂടെയൊക്കെയാണ്. അപ്പൊ ഇതിനു മുമ്പ് എന്തൊക്കെയാണ് നിങ്ങളുടെ പരിപാടികളായിരുന്നത്? ഞാൻ പെയിന്റിങ്ങിന്റെ വർക്കായിരുന്നു, പെയിന്റിങ് ജോലിയായിരുന്നു. പിന്നെ മ്യൂസിക് ഫീൽഡ് കുറച്ച് ഒന്നും പഠിച്ചിട്ടില്ല, എന്നാലും ചെറിയ ചെറിയ പ്രോഗ്രാമൊക്കെ പോയായിരുന്നു. പിന്നെ ഞാൻ സുജിത്ത് ഞങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ച് പ്രോഗ്രാമിന് പോകുന്നതും ജോലിക്ക് പോകുന്നതും എല്ലാം. അപ്പം നമ്മളിങ്ങനെ ഒരു പ്ലാൻ ഇട്ടു. പ്ലാൻ ഇട്ട് കഴിഞ്ഞ് ഞങ്ങൾ ഓഡീഷന് പോയി. ചെന്നപ്പോൾ ഒരാളോട് വേണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് രാജേഷ് കൊട്ടാരത്തിനെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് ഞങ്ങൾ മൂന്നും കൂടെ ഒന്നിച്ചു. പിന്നെ പ്രേക്ഷകരോട് ഒരുപാട് നന്ദി സ്നേഹം അറിയിക്കുന്നു. കാരണം അവർ നമ്മളെ നല്ലപോലെ സപ്പോർട്ട് ചെയ്തു. അതെ, സ്വീകരിച്ചു അല്ലേ? അവർ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു എന്ന് തന്നെ പറയാം. ചേട്ടാ എന്താ? എന്റെ ഇത് തന്നെയാണ്, ചേട്ടൻ പറഞ്ഞത് കൊണ്ട് തന്നെയാണ് പെയിന്റിങ് പണിയാക്കിയാണ്. പിന്നെ ഈ പറയുന്നിട്ട് എല്ലാവരുടെയും കഷ്ടപ്പാടുകളില്ലേ നമ്മുടെ ജീവിതത്തിൽ, അതുകൊണ്ട് ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ജനങ്ങള് പ്രോത്സാഹനം ചെയ്ത് ഇതുവരെ എത്തിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. എല്ലാവരോടും നന്ദി പറയുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദൈവം അല്ലേ, ദൈവത്തിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കൂടി വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട് കേട്ടോ, എന്നാലും വെറുതെ ഒരു തമാശക്ക് അങ്ങനെ പറഞ്ഞതാണ്. ചേട്ടാ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു? ഞാൻ എല്ലാ ജോലിയും ചെയ്യുമായിരുന്നു. പിന്നെ ആട്ടോ ഡ്രൈവറായിരുന്നു, ആട്ടോ ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ എല്ലാം ചെയ്ത ജോലികളൊന്നുമില്ല. കിണർ പിടിക്കാൻ പോയിട്ടുണ്ട്, മരം പിടിക്കാൻ പോയിട്ടുണ്ട്, പിന്നെ മിക്ക ജോലികളും മണ്ണ് വരാൻ പോയിട്ടുണ്ട്, പാറയുമാൻ പോയിട്ടുണ്ട്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ തുടങ്ങിയത് ഇങ്ങനെ പറയുവാനൊക്കെ തുടങ്ങിയ ഒരു എല്ലാ ജോലിയും ചെയ്യാത്ത ഒരു ജോലിയും ഇല്ല, എല്ലാ ജോലിയും ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞിട്ട് അത് വലിയൊരു അഭിമാനമാണ്. കാരണം നമുക്ക് എല്ലാ ജോലിയും ചെയ്യാൻ പറ്റും എന്ന് അല്ലേ, നമുക്ക് പറയാൻ പറ്റുന്ന ഒരു അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്. നമുക്ക് എല്ലാ ജോലിയും നമ്മൾ ചെയ്തിട്ടുണ്ട്. എത്രയോ പേര് അല്ലെ വെറുതെ വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കയറി വരുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ ഭയങ്കര അഭിമാനികളാണ്. ഇത്രയും നല്ല ജോലികൾ അല്ലെ, നല്ല നല്ല ജോലികളാണ് ഇതൊക്കെ. ബാക്കിയുള്ളവർക്ക് ഇൻസ്പയർഡ് ആവേണ്ട ജോലികളെല്ലാം ചെയ്ത് ഇങ്ങനെ കയറി വന്ന ആൾക്കാരാണ്. നിങ്ങളാണ് ഇൻസ്പിറേഷൻ. നിങ്ങളെ തന്നെയാണ് ഈ ഓണം എന്ന് പറയുന്നത്, നിങ്ങളുടെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഓണം നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നോക്കിയൊക്കെ ഇരിക്കുകയാണ്. വേറെ എന്തൊക്കെയാണ് ഇനിയുള്ള പ്രോഗ്രാംസും കാര്യങ്ങളും, നിങ്ങളുടെ ഇനിയുള്ള ഭാവി പ്രോഗ്രാംസ്? ഓണത്തിന് ഞങ്ങൾക്ക് നിന്ന് തിരിയാൻ വയ്യാത്ത രീതിയിൽ നല്ല ഡെയിലി പ്രോഗ്രാം ഇപ്പൊ ഇഷ്ടം. പുറത്തോട്ടൊക്കെ പോകുന്നു. ഞങ്ങള് ഖത്തറിൽ പോയായിരുന്നു. ഒക്ടോബറിൽ നവംബറിലൊക്കെ ഞങ്ങൾ ഒരു 3-4 രാജ്യത്തിന് പോകുന്നുണ്ട്. ഓസ്ട്രേലിയ, UK പോകുന്നുണ്ട്, സൗദി, കുവൈറ്റ്, അങ്ങനെ കുറെ എഗ്രിമെന്റ് കഴിഞ്ഞിട്ട് നിൽക്കുക. അത് ഒക്ടോബർ നവംബറിലൊക്കെ. അതൊക്കെ ഈ കലാഫിലൂടെ വന്ന ഭാഗ്യമാണ്. അതെ, ഇതിൽ കൂടുതൽ ഭാഗ്യം ഇനി രാജ്യത്തൊക്കെ പോയി കാണാനുള്ള ഭാഗ്യമൊന്നും ഞാൻ പോലും പോയിട്ടില്ലതോ. അങ്ങനെ ഭാഗ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് പ്രേക്ഷകർക്ക് വേണം നന്ദി പറയാം. സ്നേഹവും സപ്പോർട്ടുമാണ് നമുക്ക് ഇത്രയും. അതെ, അതുകൊണ്ട് എന്താ പറയാ, നിങ്ങൾക്കാണ് ഓണം ഉള്ളത് അല്ലേ? എന്തായിരിക്കും എനിക്ക് തരാനുള്ള ഒരു ഗിഫ്റ്റ്? എന്തായിരിക്കും ഓണത്തിന് ഞങ്ങൾക്കോ തരാനോ? അല്ല, എനിക്ക് നിങ്ങൾ പോയിട്ടൊക്കെ വരുമ്പോ എനിക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണ്ടേ? ഒന്നുമില്ലെങ്കിലും നമ്മളിപ്പോ നല്ല പിന്നെ തീർച്ചയായിട്ടും സമ്മാനം കൊടുക്കാം. ഗിഫ്റ്റ് കൊടുക്കുന്നു. കങ്കാരു കുഞ്ഞിനെ വളർത്താൻ നല്ലൊരു ഗിഫ്റ്റ് കൊണ്ടുവരും. അതിപ്പോ പറയുന്നില്ല. ഓക്കെ, കൊണ്ടുവരുമ്പോ കാണാം. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും ഞങ്ങൾ അവിടെ എത്തിച്ചേക്കാം.
എത്തിച്ചേക്കണം കേട്ടോ. കണ്ടോ, ഗിഫ്റ്റ് ഒക്കെ ചോദിച്ചാൽ പെട്ടെന്ന് തരാന്നൊക്കെ പറയുന്ന ചേട്ടന്മാരാ, അത്ര സ്നേഹമുള്ള ചേട്ടന്മാരാട്ടോ. എനിവേ ചേട്ടാ, അപ്പൊ നമുക്ക് ഓണം നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് നമുക്കൊന്ന് വിഷ് ചെയ്തിട്ട് നമുക്കൊന്ന് ഈ ഒരു പ്രോഗ്രാം ഒന്ന് പതുക്കെ വൈൻഡപ്പ് ചെയ്താലോ? തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാം. അതെ, ഓണം എന്ന് പറയുന്നത് എപ്പോഴും മലയാളികൾക്ക് മനസ്സ് നിറയുന്ന ഒരു ഉത്സവം തന്നെയാണ്. മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന കുറേ ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു ദിനമാണ് ഓണം. അപ്പോൾ രാജേഷ് ചേട്ടന്റെയും സുഹിത്തേട്ടന്റെയും ഹരിച്ചേട്ടന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.